നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ സിങ്ക് കണ്ടം നിവാസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിങ്ക് കണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 5 മുറിയിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് പുതുപ്പറമ്പിൽ മോഹനൻ. സംഭവത്തിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. കാഞ്ചാർ അഞ്ചുരുളി റോഡിനായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ. റോഡിനായി അനുവദിച്ചിരിക്കുന്നത് MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ. ഇത് അനാവശ്യ കോൺക്രീറ്റുകൾ നടത്തി ഉപകാരപ്രദമല്ലാതാക്കാനാണ് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രമമെന്ന പരാതി. വിശദമായ വാർത്തകൾ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ആകെ 25 വീടുകൾ തകർന്നതായാണ് കണക്ക്. ഇതിൽ 24 വീടുകൾ ഭാഗികമായും ഒരെണ്ണം പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12 വീടുകളാണ് തകർന്നത്. ഉടുമ്പൻചോല താലൂക്കിൽ 12 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. ദേവികുളം താലൂക്കിൽ 5 വീടുകളും തൊടുപുഴ താലൂക്കിൽ 6 എണ്ണവും ഇടുക്കി താലൂക്കിൽ 1 വീടും ഭാഗികമായി തകർന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കൂടാതെ ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നിട്ടുള്ളത്. മൂന്നാർ മൗണ്ട് കാർമൽ പാരിഷ് ഹാളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 4 കുടുംബങ്ങളിലെ 17 പേർ താമസിക്കുന്നുണ്ട്. ഇതിൽ 3 കുട്ടികളും 10 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 2333.62 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ 118.1 അടി ജലമാണുള്ളത്. കൂടാതെ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ദേശീയപാത 85-ൽ കരടിപ്പാറയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഇരുട്ടുകാനത്തു നിന്നും കല്ലാർ വട്ടിയാർ വഴി 2 മൈൽ വരെയുള്ള ഭാഗത്തെ റോഡ് ഗതാഗതം ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിട്ടുമുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ 250 ക്യുമെക്സ് ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പെരിയാർ മുതിരപ്പുഴയാർ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിലുമാണ് ചിന്നക്കനാൽ സിങ്ക് കണ്ട നിവാസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിങ്ക് കണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരിടവേളയ്ക്ക് ശേഷം ജനവാസ മേഖലയിൽ നിന്നും കാട് കയറാൻ തയ്യാറായിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് പ്രദേശത്ത് ചക്കക്കൊമ്പൻ നടത്തിയത്. കഴിഞ്ഞ ദിവസം BL റാമിലെ റേഷൻ കട തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കൊമ്പൻ സിങ്ക് കണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. അമുത സുരേഷിന്റെ വീടാണ് ഇടിച്ചു തകർത്തത്. കുട്ടികളുമായി അമുത തമിഴ്നാട്ടിൽ പോയിരുന്നതിനാൽ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഇത് 2ാം തവണയാണ് ചക്കക്കൊമ്പൻ തന്റെ വീട് തകർക്കുന്നതെന്ന് അമുത സുരേഷ് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 30 വർഷങ്ങളായി. എനിക്ക് ഇതുവരെയായിട്ട് ഞാൻ ഇത്രയും നാൾ കെട്ടിക്കാതെ മുമ്പ് അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു. ഇപ്പം എന്നെ കെട്ടിച്ച് വിട്ടൊരു 9 വർഷങ്ങളായി. 9 വർഷമായിട്ട് ഇതിനകത്ത് താമസിക്കുവാണ് ഞാൻ. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിലാണ് ഞാൻ ഇരുന്നത്. ഇപ്പം നിലവിൽ ഈ വീട് പണിതിട്ട് ലോൺ വീടിന് അപേക്ഷ വെച്ചായിരുന്നു. അതിന് കിട്ടാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ചെറിയ ഒരു പെറയായിട്ട് സെറ്റ് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് ആണ തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ 2ാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ല, അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല.
മഴക്കാലം ശക്തമായ സാഹചര്യത്തിൽ പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ലെന്നും കാട്ടാനശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ആവശ്യപ്പെട്ടു. ഇവര് ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമത് ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെക്കാനും അവരുടെ സ്വന്തം പൈസ മുടക്കിയാണ് ഇവർ ഇത്രയും കാണിച്ചു വെച്ചേക്കുന്നത്. അത് 2ാമത്തെ പ്രാവശ്യമാണ് ആന വന്നിപ്പോൾ പൊളിച്ചു കളയുന്നത്. എന്നും ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേന് തന്നെ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുകയാണ്. ചക്കക്കൊമ്പൻ എന്ന് പറയുന്ന ആന ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ. മഴയും കാറ്റും ഉള്ളതുകൊണ്ട് RRT ടീമിനോ മറ്റു ജനങ്ങളോ ഇതൊന്നും ആന വരുന്ന ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് വീണ്ടും നിർമ്മിച്ചത്. ഇതും തകർന്നതോടെ കൊച്ചുകുട്ടികളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കാഞ്ചാർ അഞ്ചുരുളിയിൽ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് കിടപ്പുമുറി അപകടാവസ്ഥയിൽ. അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് മൺതിട്ട ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത്. വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി കാഞ്ചിയാർ മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ഇതേ തുടർന്നാണ് കാഞ്ചിയാർ അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് വർഗീസിന്റെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് കിടപ്പുമുറി അപകടാവസ്ഥയിലായത്. വീടിന്റെ ഭിത്തി തകരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വിള്ളൽ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ മുറി ഉപയോഗശൂന്യമായി. കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറിയിരുന്നു. പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് മണ്ണിടിഞ്ഞ് വീണ വിവരം അറിയുന്നതെന്ന് ജോസഫ് പറഞ്ഞു. അപ്പം ഞങ്ങൾ വൈകിട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇടിഞ്ഞു. ആ ഭിത്തി പ്രത്യേക സൈഡിലത്തെ ഭിത്തി മൊത്തം കംപ്ലീറ്റ് പോയി. ഇനിയും ചിലപ്പം കുറേ കൂടെ ഇടിഞ്ഞ് കുറേ കൂടെ പോരാൻ മേലാടിയുമില്ല. മഴ ശക്തമായി തുടർന്നാൽ കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 5 മുറിയിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. പുതുപ്പറമ്പിൽ മോഹനനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മദ്യലഹരിയിലായിരുന്ന പുത്തൻപറമ്പിൽ വിഷ്ണു വീട്ടിലെത്തുകയും ബൈക്കിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട 1500 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഇരുവരും തമ്മിൽ വഴക്കായി. തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ കുമാരി പ്രശ്നം പരിഹരിച്ചു. അല്പനേരം കഴിഞ്ഞ് കുമാരി സ്ഥലത്തെത്തിയപ്പോൾ മോഹനൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. വഴക്കിനിടയിൽ അച്ഛൻ വീണെന്നും അനക്കമില്ലെന്നും അമ്മയോട് വിഷ്ണു പറഞ്ഞു. തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു. മോഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിഷ്ണു വിസമ്മതിച്ചതോടെ നാട്ടുകാർ വീട്ടിൽ പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിൽ കട്ടിലിനടിയിൽ രക്തം കണ്ടെത്തുകയും വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയ തെളിവുകളും ശേഖരിച്ചു. തിങ്കളാഴ്ച മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായത്. ഇതനുസരിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. വഴക്കിനിടയിൽ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ അച്ഛന്റെ തല 4 തവണ ഇടിപ്പിച്ചെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. കാഞ്ചാർ അഞ്ചുരുളി റോഡിനായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്ത്. MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപയാണ് റോഡിനായി അനുവദിച്ചിരിക്കുന്നത്. ഇത് അനാവശ്യ കോൺക്രീറ്റുകൾ നടത്തി ഉപകാരപ്രദമല്ലാതാക്കാനാണ് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രമമെന്നാണ് പരാതി. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അഞ്ചുരുളി റോഡിന്റെ നവീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. പാത തീർത്തും ദുർഘടമായതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് MLA ഫണ്ടിൽ നിന്നും റോഡിന് നവീകരണത്തിന് 40 ലക്ഷം രൂപ അനുവദിച്ചു. കക്കാട്ടുകട മുതൽ 3.5 കിലോമീറ്റർ ദൂരമുള്ള റോഡ് പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. അനുവദിച്ച ഫണ്ട് ചിലവഴിച്ച റോഡ് പൂർണ്ണമായും ടാർ ചെയ്യാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ടാർ ചെയ്ത പാത ഗതാഗതയോഗ്യമാക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാരൻ അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഫണ്ട് ചിലവഴിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒരു രീതിയിലും ഇത് കോൺട്രാക്ടർ ആരാന്ന് അറിയത്തില്ല. ഇത് മണ്ണ് വിൽക്കാനാണോ കല്ല് വിൽക്കാനാണോ എന്നറിയത്തില്ല. ഇതുവരെ ചെയ്തിരിക്കുന്ന പരിപാടി ആർക്കും ഒന്നും അറിയത്തില്ല. അവിടെ ഒന്നുമല്ലെങ്കിൽ ഈ ഒരു മഴ സമയത്താണ്, മഴ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് എൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയത്തില്ല. ഇത് കല്ല് വിൽപ്പനയാണോ മണ്ണ് വിൽപ്പനയാണോ? കുറച്ച് മണ്ണും എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത റോഡും പൊളിച്ച്
അതിൻ്റെ കല്ലും കാണുന്നില്ല. അന്നേരം മാറ്റുകയായത്. അനുവദിച്ച തുകയ്ക്ക് റീടാറിംഗ് നടത്താതെ നിലവിൽ ആവശ്യമില്ലാത്ത കോൺക്രീറ്റിംഗ് പണികൾ പുതുതായി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി കോൺക്രീറ്റ് മാത്രം നടത്തി ഫണ്ട് ഇല്ലാതാക്കാനുള്ള തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം മഴ ആരംഭിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനവുമായി കരാറുകാരൻ എത്തിയിരിക്കുന്നത്. ഫാസി വളവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച മണ്ണും പഴയ കോൺക്രീറ്റ് നീക്കം ചെയ്തു. മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായി തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. അതോടൊപ്പം മണ്ണിളകിയ ഭാഗത്ത് മണ്ണൊലിപ്പുണ്ടാകുകയും മേഖലയിലെ 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്ന് നാട്ടുകാർ പറയുന്നു. സത്യത്തിൽ കക്കാട്ടുകട മുതൽ അഞ്ചുരുളി വരെ കഷ്ടിച്ച് കട്ടർ നികത്തി മെയിൻ്റനൻസ് ചെയ്ത് റോഡ് നന്നാക്കാനുള്ള ഫണ്ട് ഇതിനുള്ളൂ. ഇപ്പോൾ ഈ ചെയ്യുന്നത് അഞ്ചുരുളി മുതൽ കക്കാട്ടുകട വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ പല സ്ഥലത്തായിട്ടൊരു 100 മീറ്ററോളം കോൺക്രീറ്റ് നടത്തിയിട്ട് ഈ ഫണ്ട് മഹാഭൂരിപക്ഷം അതിനുവേണ്ടി ചിലവാക്കി ബാക്കി സ്ഥലം പണിയാതെ പോകുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇവിടെ ഫാസി വളവിൽ നല്ല രീതിയിൽ കടന്നിരുന്ന ഒരു കോൺക്രീറ്റ് 2018 പ്രളയത്തിൽ പോലും ഒരു മിറ്റിൽ പോലും ഇളകാതിരുന്ന കോൺക്രീറ്റ് ഈ മഴ ആരംഭിച്ച ശേഷം റെഡ് അലർട്ട് മുന്നറിയിപ്പൊക്കെ കിട്ടിയ ശേഷം വന്ന് പൊളിച്ചു മാറ്റി. അന്ന് വെള്ളം ഒഴുകുന്നില്ലായിരുന്നു. പിന്നെ മഴ പെയ്ത ശേഷം വളരെ ശക്തി വെള്ളം വന്ന് ഇപ്പോൾ ഈ വഴി കോൺക്രീറ്റ് ഇല്ലാത്തതുകൊണ്ട് വഴി മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇതുമൂലം ഒരു 20 കുടുംബങ്ങളോളം ഒറ്റപ്പെട്ടു പോകും വഴിയില്ലാതെ. മാത്രമല്ല എർട്ടിയാർ ഡാമിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം പാഞ്ഞെത്തുന്നതും അഞ്ചുരുളി വഴിക്കാണ്. അപ്പോൾ ഈ അഞ്ചുരുളി റോഡ്, അഞ്ചുരുളി തന്നെ ഒരു ദുരന്തബാധിത മേഖലയാണ്. ആ റോഡ് ഫലത്തിൽ യാത്രായോഗ്യമല്ലാതായി മാറുന്ന സ്ഥിതിയാണുള്ളത്. ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ മുന്നറിയിപ്പ് നൽകി ഖനന പ്രവർത്തികൾ തടഞ്ഞതിനു ശേഷം നിരുത്തരവാദിത്തമായി റോഡ് നിർമ്മാണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾ ഗൗരവമായി കാണണമെന്നും നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ച് യാത്രായോഗ്യമല്ലാതാക്കിയതിന് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയടക്കം നിലനിൽക്കുന്നതാണ്. അതോടൊപ്പം അഞ്ചുരുളി കേന്ദ്രീകരിച്ച് ഏത് സമയത്ത് ഫയർഫോഴ്സ് വാഹനമടക്കം എത്തുന്ന വഴിയാണ് ഇത്തരത്തിൽ കരാറുകാരൻ ദുർഘടമാക്കിയത്. കോൺക്രീറ്റ് അടക്കമുള്ള പണികൾ ഇനി ചെയ്യണമെങ്കിൽ മഴ മാറേണ്ട സാഹചര്യമാണ്. അതിനായി ഇനി മാസങ്ങളും കാത്തിരിക്കണം. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച മുതൽ 3 ദിവസങ്ങളിലായിട്ടാണ് പുസ്തകോത്സവം നടക്കുന്നത്. അഡ്വക്കേറ്റ് എ രാജ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള EG സത്യൻ നഗറിലാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം നടക്കുന്നത്. 3 ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിന് ബുധനാഴ്ച തുടക്കം കുറിക്കും. രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റ് എ രാജ MLA പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും. പുസ്തകോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി സംഘാടകർ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ജില്ലയിൽ ഗ്രാന്റ് വാങ്ങുന്ന ലൈബ്രറികൾക്ക് വേണ്ടി ജില്ലയുടെ വിവിധ മേഖലകളിൽ പുസ്തകോത്സവങ്ങൾ നടത്തുന്ന പതിവ് സാധാരണയുണ്ട്. 2021 ഇതുപോലെ തന്നെ അടിമാലിയിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷം തൊടുപുഴയിലായിരുന്നു, അതിന് തൊട്ടുമുമ്പ് വർഷം കട്ടപ്പനയിലായിരുന്നു. ജില്ലയിലൂടെ സൂചിപ്പിച്ച പോലെ 276 ലൈബ്രറികളാണ് ഗ്രാന്റ് വാങ്ങിക്കുന്ന ലൈബ്രറികൾ. ആ ഗ്രാന്റ് വാങ്ങിക്കുന്ന ലൈബ്രറികളിൽ എല്ലാം മുഴുവൻ ലൈബ്രറികളും പുസ്തകം എടുക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കൊടുക്കുന്ന ഗ്രാന്റ് ഉപയോഗിച്ച് പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി അടിമാലിയിലെ പുസ്തകമേളയിൽ എത്തിച്ചു. ഈ പുസ്തക ഉത്സവത്തിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പുസ്തകോത്സവം ഒന്ന് ഉദ്ഘാടന സമ്മേളനമാണ്. ആ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദേവികുളത്തിൻ്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് എ രാജയാണ്. അതുകൂടാതെ വിവിധങ്ങളായ സെമിനാറുകൾ നമ്മളിതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് R തിലകൻ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇടുക്കിയുടെ എഴുത്തുവഴികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരൻ കാഞ്ചിയാർ രാജൻ മോഡറേറ്ററാകും. ഉച്ചയ്ക്ക് ശേഷം കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന 4 പുസ്തകങ്ങളുടെ പ്രകാശനം നടക്കും. 5 മണിക്ക് മ്യൂസിക്കൽ ഷോ നടക്കും. 29 രാവിലെ സാഹിത്യ ക്വിസ് നടക്കും. വൈകിട്ട് കലാസന്ധ്യ അരങ്ങേറും. 3 ദിവസങ്ങളായി നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ PN ബാലകൃഷ്ണൻ ആചാരി, വിനൂസ് കറിയ, PN ചെല്ലപ്പൻ നായർ, K ശിവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് കട്ടപ്പന കൊച്ചുതോവാള നോർത്ത് 11ാം വാർഡ് കുടുംബസംഗമം നടന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു വരുന്നത്. പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക, ഭാവി പദ്ധതികളുടെ മുന്നൊരുക്കങ്ങളുടെയും ഭാഗമായിട്ടാണ് കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കൊച്ചുതോവാള നോർത്ത് 11ാം വാർഡ് കുടുംബസംഗമം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ചരിത്രം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവരെ ഒരു പ്രാവശ്യം കൂടി ഭരിച്ചാൽ യാതൊരു സംശയവും വേണ്ട, ഗാന്ധി പ്രതിമകളെല്ലാം മാറ്റി അവിടെ ഗോഡ്സെയുടെ പ്രതിമകൾ വെച്ച് ഇയാളാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന്
ഇവരവിടെ എഴുതി വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം RSSനെയും BJPയെയും അതിനനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മഹാത്മജി ചാർജ് എടുത്തതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ബീന ടോമി അധ്യക്ഷയായിരുന്നു. KJ ബെന്നി മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. സിജു ചക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോയി ആനത്തോട്ടം, സിബി പാറപ്പായി, PC മാത്യു, ഷാജി നടക്കൽ, ജോസ് മുത്തനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. DYFI പഠനോത്സവത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്ന DYFI പഠനോത്സവത്തിനാണ് തുടക്കമായത്. നോട്ട്ബുക്കുകൾ, പേന, കളർ പെൻസിൽ ഉൾപ്പെടെ അധ്യയന വർഷത്തേക്ക് ആവശ്യമായ പഠനോപകരണങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ജില്ലാതല പരിപാടി കട്ടപ്പന സാഗര യൂണിറ്റിൽ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DYFI കേരളത്തിലാകെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും DYFIക്ക് കേരളത്തിൽ 30,000 യൂണിറ്റുകളുണ്ട്. 30,000 യൂണിറ്റുകൾ. ആ 30,000 യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലുമുള്ള നമ്മുടെ വിദ്യാർത്ഥിനികളെ, കൊച്ചു കൂട്ടുകാരെ വിളിച്ചു ചേർത്ത് അവർക്ക് പഠിക്കാൻ ആവശ്യമായ മുഴുവൻ പഠനോപകരണവും DYFIക്ക് നൽകാൻ കഴിയില്ല. പക്ഷേ അവർക്ക് പഠിക്കാൻ കഴിയുന്ന, പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ മുഴുവൻ കുട്ടികൾക്കും വിദ്യാർത്ഥിനികൾക്കും കൂട്ടുകാർക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ SSLCയുടെയും +2ൻ്റെ എല്ലാം റിസൾട്ടെല്ലാം വന്നിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ SSLCക്കും +2നും എല്ലാം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കെല്ലാം വാങ്ങി ജയിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ തുടർന്ന് അവരുടെ വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു അനുമോദനവുമെല്ലാം DYFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയാണ്. DYFI ഇത് എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിക്കും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ, മേഖലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി ശിവകുമാർ, യൂണിറ്റ് സെക്രട്ടറി ജീവ കുമാർ, പ്രസിഡന്റ് വിദ്യാ പ്രശാന്ത്, CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി TGM രാജു, ലോക്കൽ കമ്മിറ്റി അംഗം EK ശശി തുടങ്ങിയവർ സംസാരിച്ചു. കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥന് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് കട്ടപ്പന വെട്ടിക്കുഴക്കവല സ്വദേശിയായ ഒരു കൊച്ചുമിടുക്കൻ. ചക്കാലയിൽ ടോമിയുടെയും ലിസിയുടെയും മകൻ ഏബലിനാണ് 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല വഴിയിൽ കളഞ്ഞു കിട്ടിയത്. കഴിഞ്ഞ ദിവസം നത്തുകല്ല് സ്വദേശിനി കുരുവിക്കാട്ട് സാലമ്മ യാത്ര കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കട്ടപ്പനയ്ക്കും വെട്ടിക്കിഴക്കവലയ്ക്കുമിടയിൽ സ്വർണ്ണമാല നഷ്ടപ്പെട്ടത്. ഇതോടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലും HCM ചാനൽ ഓഫീസിലും വിവരം അറിയിച്ചു. കട്ടപ്പന വന്ന് ബസ് ഇറങ്ങി. അപ്പോൾ ഇനി ഞാനിവിടെ കുറ്റിപ്പുറത്ത് സണ്ണിസാറിൻ്റെ മുറ്റത്ത് സ്കൂട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ സ്കൂട്ടിയിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഓട്ടോയ്ക്ക് ഇറങ്ങി സ്കൂട്ടി എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്നപ്പോൾ മാല കണ്ടില്ല. ഞങ്ങൾ തിരിച്ച് ഒത്തിരി അന്വേഷിച്ചു. കട്ടപ്പനയിലൊക്കെ തപ്പി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ HCMൻ്റെ റോയിയോട് വിളിച്ചു പറഞ്ഞ് റോയി സോഷ്യൽ മീഡിയയിൽ HCMയിലൊക്കെ കൊടുത്തു. അങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് വെള്ളിയാഴ്ച വൈകിട്ട് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഇന്നലെ പാതവരം പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ബാബുച്ചേട്ടനെ വിളിച്ച് ചോദിച്ചു. ബാബുച്ചേട്ടൻ പറഞ്ഞു ശനിയാഴ്ച വരാൻ പറഞ്ഞു. വന്നു. ശനിയാഴ്ച എനിക്ക് മാല കിട്ടി. ഒത്തിരി നന്ദി. ഈ മോന് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു മോനെ കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഈ മോൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അവനെല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഐശ്വര്യവും എല്ലാം നല്ല രീതിയിൽ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ വീടിന് മുൻവശത്തു നിന്നാണ് ഏബലിന് മാല ലഭിച്ചത്. തുടർന്ന് മാതാപിതാക്കളെ വിവരം അറിയിച്ചപ്പോൾ വെട്ടിക്കുഴക്കവല സെന്റ് പോൾസ് ആശ്രമത്തിൽ ഏൽപ്പിക്കുകയായിരുന്നു. വീടിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്തായിട്ട് ഇന്നിപ്പോൾ അമ്മയും പപ്പയും പറഞ്ഞു ഇവിടുത്തെ എല്ലാം നടന്നപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കാം. അച്ഛനടുത്ത് ഗ്രൂപ്പിലിട്ട് ചേച്ചിട്ട് മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ ഏബലിന് മൊമെന്റോ നൽകി അനുമോദിച്ചു. അപ്പോൾ എന്നാണെങ്കിലും അത് സോഷ്യൽ മീഡിയ വഴിയല്ല അത് എല്ലാവരും അറിയുകയും എന്തായാലും എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള നമ്മുടെ ചക്കാലക്കലെ ടോമിച്ചൻ്റെയും ലിസിയുടെയും മകനെ ഏബലിനാണ് കയ്യിൽ കിട്ടിയത്. അത് അന്നേരം അവർ പേരൻസിനെ കാണിച്ചപ്പം പറഞ്ഞു അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൊണ്ട് കൊടുത്തു. ഏതായാലും അച്ഛനത് ശനിയാഴ്ച സാലം ചേച്ചിയെ വിളിച്ച് മാല കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ജിൻസ് ബേക്കറി നടത്തുന്ന ചക്കാലയിൽ ടോമിയുടെ മകൻ ഏബൽ ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
ക്രിസ്തീയ ദർശനം വാർത്താപത്രവും GMI കട്ടപ്പനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണം നടത്തി. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന CSI ഗാർഡനിൽ വെച്ചാണ് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടന്നത്. ക്രിസ്തീയ ദർശനം വാർത്താപത്രം ചീഫ് എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ജീവകാരുണ്യ രംഗത്ത് എന്നുവെച്ചാൽ മരുന്നില്ലാത്തവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ ആശുപത്രിപരമായ കാര്യങ്ങളിൽ സഹായിക്കുക, ഇങ്ങനെ ഏതൊരാൾക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ അവരെ സഹായിക്കുന്ന ദൈവഹിതം നടപ്പിലാക്കുന്ന ആ ഒരു പുണ്യ പ്രവൃത്തിയാണ് നമ്മുടെ നാട്ടിലെ പാസ്റ്റർമാർ ഏറ്റെടുക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ഇടയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ, തൊഴിലാളികളുടെ ഇടയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ. കൃഷിക്കാരുടെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരെ അവരെ വലിപ്പത്തിനൊപ്പമില്ലാതെ മുഴുവൻ ആളുകളെയും ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലും അതിന് മുന്നേയും ഒക്കെ തന്നെയും ഒരുപാട് വിഷയങ്ങളിൽ പാസ്റ്റർമാരുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അവരെല്ലാവരും നടത്തുന്ന ആ ഒരു ശ്രമകരമായ പ്രവർത്തനങ്ങളെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ ഞാൻ വിലമതിക്കുകയാണ്. ബ്രദർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. 250ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, നഗരസഭാ കൗൺസിലർ പ്രശാന്ത് രാജു, സെന്റ് ജോൺ CSI ഇടവക വികാരി ഡോക്ടർ ബിനോയ് P. ജേക്കബ്, മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് മോബിൻ മാത്യു, പാസ്റ്റർ രാജേഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ CPM പ്രകാശ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 2026 എത്തുമ്പോൾ കേരളം വലിയ പുരോഗതി നേടുമെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും CV വർഗീസ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് തീരുമാനം. ആ ഗവൺമെൻറ് വിദ്യാഭ്യാസ മേഖല പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി സംവിധാനമെടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നേരത്തെ പോലെയല്ല, ഇപ്പം എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠനത്തിൽ നല്ല വാശിയോടുകൂടി പഠിക്കുന്ന ഒരു സമൂഹമായി കേരളം മാറുക. 2025 ഇപ്പോൾ 26ലേക്ക് പോയി. 2026 എത്തുമ്പോഴത്തോളം കേരളത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കേരളം മാറുക. സർക്കാർ അകമഴിഞ്ഞ പിന്തുണയും സഹായവുമാണ് വിദ്യാഭ്യാസം. CPM ഏരിയ കമ്മിറ്റി അംഗം MK അനീഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു, പ്രകാശ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MJ ജോൺ, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ്, ജിൻഡു ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികളെ കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നേതാക്കൾ ഓരോരുത്തരുടെയും വീട്ടിലെത്തിയാണ് അനുമോദനം അറിയിച്ചത്. നോഹൽ സാറ സിജു ചക്കുമൂട്ടിൽ, പാർവതി MR മതിലകത്ത, അബിൻ സാബു മുളങ്ങാശ്ശേരിയിൽ എന്നീ വിദ്യാർത്ഥികളെയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാടിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. കുട്ടികളുടെ ഭവനങ്ങളിലെത്തി ഷാൾ അണിയിച്ച മൊമന്റോ കൈമാറി. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഈ മക്കളിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ കഴിയട്ടെ എന്ന ജോസ് മുത്തനാട്ട് പറഞ്ഞു. ഈ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഏറ്റവും പ്രിയപ്പെട്ട നേഹ സാറ സിജുവിനും, അതുപോലെ പാർവതി MR മതിലകത്ത്, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അബിൻ സാബുവിനും ഏറ്റവും ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, കർഷക കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ ജോസ് ആനക്കലിൽ, PS മേരിദാസൻ, ലീലാമ ബേബി, സജിമോൻ ഷാജി, ഐബിമോൾ രാജൻ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 33 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വണ്ടിപ്പെരിയാർ സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണപിള്ളയ്ക്ക് യാത്രയയപ്പ് നൽകി. പീരുമേട് DYSP വിശാൽ ജോൺസൺ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 33 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് രാധാകൃഷ്ണപിള്ള സർവീസിൽ നിന്നും വിരമിക്കുന്നത്. യാത്രയയപ്പ് സമ്മേളനത്തിൽ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ D സുവർണകുമാർ അധ്യക്ഷനായിരുന്നു. പീരുമേട് DYSP വിശാൽ ജോൺസൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ എനിക്കത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ആ ഒരു സേവനം രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്ന്
ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് റൈറ്റർ ഭാഗത്ത് മാറി ആക്റ്റീവ് ഡ്യൂട്ടി ചെയ്ത കാലയളവിൽ പോയി ലോ ആൻഡ് ഓർഡറിലും മറ്റുമെല്ലാം ഏത് രീതിയിലും ഏത് വിഭാഗത്തിലും ഏത് വിങ്ങിൽ കൊണ്ടിട്ടാലും ജോലി ചെയ്യാനുള്ളൊരു മനസ്സും കഴിവും താല്പര്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തുടർന്ന് രാധാകൃഷ്ണപിള്ള മറുപടി പ്രസംഗം നടത്തി. നിരവധി ആളുകൾ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന വള്ളക്കടവ് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. വള്ളക്കടവ് അപ്സര പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് കിഴക്കേമുറിയിൽ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി അനു കെ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അൽനസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ അവരുമായി നമ്മുടെ എഗ്രിമെന്റ് അടുത്ത തൊടുപുഴയിലെ പൊതുയോഗത്തിന് ഹാൻഡ് ഓവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആശുപത്രികളിലെല്ലാം ഏതെങ്കിലും നമ്മുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾ അഡ്മിറ്റ് ആയാൽ 10% മുതൽ 15% വരെ അവർക്ക് ചെലവാകുന്ന തുകയിൽ ഡിസ്കൗണ്ട് കിട്ടും, ചികിത്സാ ഡിസ്കൗണ്ട്. അപ്പോൾ 3 തരം ആനുകൂല്യങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ചികിത്സാ ഡിസ്കൗണ്ട്, പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സഹായം, മെഡിക്കൽ ചികിത്സയ്ക്കുള്ള സഹായം, അങ്ങനെ 3 കൂട്ടം ആനുകൂല്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. ഏതാണ്ട് 13 ലക്ഷം രൂപയോളം ഈ കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ നമ്മൾ ചികിത്സാ സഹായവും ഈ പറയുന്ന ദുരന്ത നിവാരണ സഹായവും എല്ലാമായി കൊടുത്തിട്ടുണ്ട്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. തുടർന്ന് അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സാജു പട്ടിൻമഠം മുഖ്യപ്രഭാഷണം നടത്തി. ജെയ്സൺ അലക്സ്, ജോസ് PV, പുഷ്പ രാജു, തോമസ് ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചാർ ലബക്കട JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിന നാടക കളരി സംഘടിപ്പിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ചക്കാലയിൽ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ നൈപുണ്യ വികസനത്തിന് സഹായിക്കുന്ന നാടകക്കളരി 3 ദിവസങ്ങളായിട്ടാണ് സംഘടിപ്പിച്ചത്. MSW വിദ്യാർത്ഥികൾക്കായിട്ടാണ് സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പരിപാടി നടത്തിയത്. ആസ്വാദകരും നടന വൈഭവങ്ങളും നിറഞ്ഞ ഈ 3 ദിന കളരി വിദ്യാർത്ഥികൾക്കൊരു വേറിട്ട അനുഭവമായിരുന്നു. 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ചക്കാലയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ സോഷ്യൽ വർക്ക് സ്ഥാപനങ്ങൾ ക്ലാസുകൾ നയിച്ചിട്ടുള്ള സാമൂഹിക പ്രവർത്തകരും അധ്യാപകനുമായ ഷൈനോ ജോവിയാണ് നാടകക്കളരിക്ക് നേതൃത്വം നൽകിയത്. ഡിപ്പാർട്ട്മെന്റ് മേധാവി ആശിഷ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ അഖില മരിയ ജോഷി, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശക്തമായ കാറ്റിലും മഴയിലും വരുമാനമാർഗമായി മുമ്പിൽ കണ്ടിരുന്ന 2000-ഓളം ഏത്തവാഴകൾ നിലംപതിച്ചതിന്റെ നിരാശയിലാണ് അടിമാലി അമ്പലപ്പടിയിൽ ഏത്തവാഴ കൃഷി ഇറക്കിയിരുന്ന 4 കർഷകർ. 2 ആഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പെത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലംപൊത്തിയത്. സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അടിമാലി കത്തിപ്പാറ മച്ചിപ്ലാവ് സ്വദേശികളായ ബാബു, പോൾ, ബെന്നി, വിൽസൺ എന്നിവർ അടിമാലി അമ്പലപ്പടിയിലായിരുന്നു ഏത്തവാഴ കൃഷി ചെയ്തു പോന്നിരുന്നത്. 4 പേർക്കും കൂടി ആകെ ഇവിടെ 4000-ഓളം ഏത്തവാഴകളും ഉണ്ട്. ഇതിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും നിലം പതിച്ചു. 2000-ഓളം ഏത്തവാഴകൾ നശിച്ചതായും 2 ആഴ്ച കൂടി പിന്നിട്ടാൽ മൂപ്പത്തുമായിരുന്ന ഏത്തവാഴക്കുലകളാണ് കാറ്റിലും മഴയിലും നിലം പൊത്തിയതെന്നും കർഷകർ പറഞ്ഞു. സർക്കാർ തങ്ങളുടെ കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ നിലവിൽ 4000 വാഴയിൽ 90% വാഴ ഇതിനകത്ത് പോയിരിക്കുക. കാരണം ഈ ചാഞ്ഞ് നിൽക്കുന്ന എല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പോവുക. ഒടിഞ്ഞേക്കണ വാഴ എന്ന് പറഞ്ഞാൽ 2000-ഓളം വാഴ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ്. അതെല്ലാം തല്ലി അടിച്ച് വളരെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന
ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇനി അടുത്ത് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഞങ്ങൾ വാഴ ഏതാണ്ട് 3000-ഓളം വാഴ ഇൻഷുർ ചെയ്തിരിക്കുന്ന കൃഷിഭവനിൽ ഇൻഷുർ ചെയ്തിരിക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല രീതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഇത് നമ്മൾ പലിശക്കൊക്കെ മേടിച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏത്തവാഴയൊന്നിന് 350 രൂപയ്ക്കടുത്ത് കർഷകർക്ക് ഇതുവരെ പരിപാലനത്തിനായി ചിലവായിട്ടുണ്ട്. ആകെ 10 ലക്ഷത്തിലധികം രൂപ കൃഷിക്കായി ചിലവഴിച്ചു. പലിശയ്ക്ക് കടമെടുത്തും മറ്റുമാണ് പാട്ടകൃഷിയായി ഇവർ ഏത്തവാഴ നട്ടിരുന്നത്. വൈകാതെ വിളവെടുക്കാമെന്നും വായ്പാ തുകയടക്കം തിരികെ നൽകാമെന്നുമായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ നിലച്ചിരിക്കാത്ത നേരത്തെത്തിയ പെരുമഴ പ്രതീക്ഷകളത്രയും തകർത്തു. സർക്കാരിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ അടുത്ത കൃഷിക്ക് തങ്ങൾക്കാവതില്ലെന്നും ഈ കർഷകർ പറയുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകെ നോട്ട് 213. വിൽപ്പനയ്ക്ക് വന്നത് 51,121. വിൽപ്പന നടന്നത് 44,510. കൂടിയ വില 3,019. ശരാശരി വില 2,226. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 2,150. ഏലം ശരാശരി വില 2000. കാപ്പിപ്പരിപ്പ് 430. ഗ്രാമ്പു 780. കൊക്കോ 80. റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,813 രൂപ. വെള്ളി 111. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജില്ലയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല ഗതാഗതം മെയ് 30 വരെ നിരോധിച്ച് ജില്ലാ കളക്ടർ. ശക്തമായ കാറ്റിനും മഴയ്ക്കുമൊപ്പം കാട്ടാന ഭീതിയിൽ ചിന്നക്കനാൽ സിങ്ക് കണ്ടം നിവാസികൾ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വിതയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന സിങ്ക് കണ്ടത്തെ വീട് ഇടിച്ചു നിരത്തി. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് 5 മുറിയിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. കൊല്ലപ്പെട്ടത് പുതുപ്പറമ്പിൽ മോഹനൻ. സംഭവത്തിൽ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്ക് തർക്കത്തിനിടെ പിതാവിനെ മകൻ വീടിനുള്ളിലെ കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ്. കാഞ്ചാർ അഞ്ചുരുളി റോഡിനായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ. റോഡിനായി അനുവദിച്ചിരിക്കുന്നത് MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ. ഇത് അനാവശ്യ കോൺക്രീറ്റുകൾ നടത്തി ഉപകാരപ്രദമല്ലാതാക്കാനാണ് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രമമെന്ന പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.